ശൈശവാവസ്ഥ, കൗമാരം, യൗവനമൊക്കെ കടന്ന് കുടുംബസ്ഥരായി കഴിഞ്ഞിട്ടുള്ള മക്കളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തങ്ങളുടെ ജീവിതത്തിലെ ഭൂരിഭാഗവും മക്കൾക്ക് വേണ്ടി ചെലവഴിച്ച അമ്മമാർ, അച്ഛന്മാർ, ഇങ്ങനെയുള്ളവരെ അറ്റൻഡ് ചെയ്യാൻ, അവർക്ക് വേണ്ടി സമയം മാറ്റിവെക്കാൻ, അവർക്ക് വേണ്ടി തങ്ങളുടെ സൗകര്യങ്ങൾ മാറ്റിവെക്കാൻ ഇന്നത്തെ ഒരു വിഭാഗം മക്കൾ തയ്യാറാകുന്നില്ല. ചിലപ്പോൾ സാഹചര്യം അനുവദിക്കാത്തതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ അതിനുള്ളൊരു മനസ്ഥിതി ഇല്ലാത്തതുകൊണ്ടായിരിക്കും. നടതള്ളുന്ന അമ്മമാർ എന്നൊക്കെ പറയുന്നത് ഒരു സർവ്വസാധാരണമായി നമ്മൾ കേൾക്കുന്ന ഒരു അവസ്ഥയാണ്. എന്താണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റത്തിന് കാരണം? എനിക്ക് തോന്നുന്നു അതിന് പല കാരണങ്ങൾ കാണും. ഒന്ന്, നമ്മൾ തന്നെ ഈ കഴിഞ്ഞ 10 വർഷത്തെ കാര്യം സംസാരിക്കുമ്പോൾ ഈ കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞപ്പോൾ എത്രയാണ് നമ്മൾ ഈ പേരൻസ് തന്നെ അവരുടെ പേരൻസിനെ ടാക്കിൾ ചെയ്തത്. അത് കുട്ടികളെ ഈ പറഞ്ഞ പോലെ ഒരു ഓസ്മാറ്റിക് പ്രോസസ്സാണ് ഈ പേരൻറ്റ് കുട്ടികളെ വളർത്തുന്നത്. അവരും അത് തന്നെയല്ലേ കാണുന്നത്. അപ്പോൾ ഒരു ലാക്ക് ഓഫ് റെസ്പെക്റ്റ് ഫോർ സംബഡി എൽസ് എന്നുള്ള ആ ഒരു ഐഡിയ സബ്ലിമിനലി എങ്കിലും നമ്മൾ നമ്മുടെ കുഞ്ഞിനെ കരുതുന്നു. പക്ഷെ നമ്മുടെ അച്ഛനെയും അമ്മയും നമ്മൾ കരുതിയില്ലെങ്കിൽ അത് കുട്ടിക്കും അതൊരു ഒരു എക്സാമ്പിൾ തന്നെയാണ് നിൽക്കുന്നത്. തെറ്റായ മാതൃകയാണ്. അതൊന്ന്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ കുഞ്ഞിനെ നന്നായിട്ട് കരുതിയത് കൊണ്ട് കുഞ്ഞ് നമ്മളെ വലുതാകുമ്പോൾ നോക്കും. പക്ഷേ കുട്ടി കാണുന്ന മറ്റേ മാതൃകയും ഉണ്ട്. അതാണ് ഒന്ന്. രണ്ടാമത്, ഈ നേരത്തെ ഇവിടെയൊക്കെ ഇവരെല്ലാം സൂചിപ്പിച്ച പോലെ ഈ പഠിത്തം അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം നോക്കുക, നിങ്ങൾ ഗ്രേഡ് മേടിക്കുക, അല്ലാതെ വ്യക്തി ഒരു കാര്യത്തിലും ഇൻവോൾവ് ആകണ്ട, സോഷ്യലി ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കണ്ട. ഡോക്ടർ നിർമ്മല പറഞ്ഞാൽ ഒരു ഗസ്റ്റ് വന്നാൽ പോലും ടൈം അതിനായിട്ട് സ്പെൻഡ് ചെയ്യണ്ട. ബിക്കോസ് നിങ്ങൾക്ക് എ ഗ്രേഡ് മേടിക്കുക, A+ മേടിക്കുക, ഇതാണ് അല്ലെങ്കിൽ ഇതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ വിധത്തിൽ നമ്മൾ കുട്ടിയെ ചെറുപ്പം തൊട്ടേ വളർത്തുകയാണെങ്കിൽ കുട്ടി ആ ട്രാക്കിലാണ് പോകുന്നത്. അപ്പോൾ പിന്നെ എത്ര നമ്മൾ സാക്രിഫൈസ് ചെയ്താണ് അങ്ങോട്ട് പുഷ് ചെയ്തെങ്കിലും നമ്മൾ അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ കുട്ടി ആ ഒരു ലെവലിൽ എത്തിക്കഴിയുമ്പോൾ ആ കുട്ടി സ്വാർത്ഥമായ ഒരു തലത്തിലേക്ക് ഓൾറെഡി എത്തിക്കഴിഞ്ഞു. അപ്പോൾ പിന്നെ അച്ഛനെയും അമ്മയും ഒരു ആവശ്യമില്ലാത്ത വ്യക്തികളായി മാറുന്നു. കാരണം ആവശ്യമില്ലാത്തതിനെ എല്ലാം ഡിസ്കാർഡ് എന്നുള്ളതാണ് നമ്മൾ ചെറുപ്പത്തിൽ നിന്ന് കൊടുക്കുന്ന മെസ്സേജ്. എനിക്കെപ്പോഴും ഈ 2 കാര്യം പ്രത്യേകം തോന്നിയിട്ടുണ്ട്. ദമ്പതിമാർ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ച് കഴിഞ്ഞാൽ മക്കളില്ല എന്നുണ്ടെങ്കിൽ സുരക്ഷയുടെ ഒരു പ്രശ്നം കരുതിക്കൊണ്ട് ചിലരെങ്കിലും ഇതുപോലെയുള്ള റിട്ടയർമെൻറ്റ് ഹോംസിലേക്ക് അല്ലെങ്കിൽ ഫ്ലാറ്റുകളിലേക്ക് മാറുന്നത് നമ്മൾ കാണാറുണ്ട്. പ്രത്യേകിച്ചും ഈ വൃദ്ധസദനങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ വാസരം എന്ന് പറയുന്ന ഒരു സീനിയർ സിറ്റിസൻസിന് വേണ്ടിയുള്ള ഒരു സ്ഥാപനം ഇപ്പോൾ നടത്തുന്നുണ്ട്. അതിനെപ്പറ്റി ഒരു ലേഖനം മനോരമ പത്രത്തിൽ വന്ന ആ ദിവസം തന്നെ ഒരു 25-30 ഫോൺ കോൾസ് എനിക്ക് വന്നു. എല്ലാവർക്കും വേണ്ടത് എൻ്റെ അമ്മയെ കൊണ്ടാക്കാൻ അവിടെ സാധിക്കുമോ എന്നതാണ് ചോദ്യം. അല്ല വൈകുന്നേരം കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ അങ്ങനെയാണോ എന്ന് ചോദിച്ച് നിരാശരായി ഫോൺ വയ്ക്കുന്ന 10-25 ആൾക്കാരെ ഞാൻ അവരുമായിട്ട് ഇടപഴകാൻ എനിക്ക് സാധിച്ചു. അപ്പോൾ എല്ലാവർക്കും വേണ്ടത് അമ്മയെ കൊണ്ടാക്കാൻ ഒരു ഇടം. എന്തുകൊണ്ട് സ്വന്തം വീട്ടിൽ തന്നെ അമ്മയെ പരിചരിച്ചുകൂടാ? കാരണം ജീവിതത്തിലുള്ള മൂല്യങ്ങളായിട്ടുള്ള സകലതും തന്നതാണ് അമ്മ നമുക്ക് വേണ്ടി. ആ അമ്മയ്ക്ക് വേണ്ടി തിരിച്ച് കുറച്ച് സമയം ചെലവഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്നത്. അത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. എത്രയോ വളരെ പരമദരിദ്രരായിട്ടുള്ള കുടുംബങ്ങളിൽ അവരുടെ അമ്മമാരെ അവർ സംരക്ഷിക്കുന്നുണ്ട്, അച്ഛന്മാരെ സംരക്ഷിക്കുന്നുണ്ട്. അതൊരു മൂല്യത്തിൻ്റെ പ്രശ്നം കൂടെയാണ്. മാതാവിന് നൽകുന്ന സ്ഥാനം എവിടെയാണെന്നുള്ളതിനെപ്പറ്റി ഒരു തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കൊണ്ട് കളയുന്നത്. എനിക്കറിയാവുന്ന ഒരുപാട് കേസുകളുണ്ട്. പ്യൂൺസാണ്, ഡ്രൈവേഴ്സാണ്, ക്യാൻസർ പിടിച്ച അച്ഛനുണ്ട്, അല്ലെങ്കിൽ ക്യാൻസർ രോഗിയായ മാതാവുണ്ട്. ആ മാതാവിന് സാമ്പത്തികമായിട്ടൊരു വലിയ ഭാരമാണ്. എങ്കിൽ പോലും ആ അമ്മയുടെ കാര്യങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പരിചരിക്കുന്നതിലും സാമ്പത്തികമായിട്ടുള്ള ഭാരം വഹിക്കുന്നതിനുമൊക്കെ യാതൊരു മടിയുമില്ലാത്ത നിരവധി കീഴ്ത്തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥരെ ഞാൻ കണ്ടിട്ടുണ്ട്. ക്ഷേത്രത്തിൽ കൊണ്ട് നടയിരുത്തുക, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഞാൻ ഇപ്പം മടങ്ങി വരാമെന്ന് പറയുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ഭക്ഷണവും കഴിക്കാതെ, കയ്യിൽ ഒരു പൈസയും ഇല്ല, ഭക്ഷണം കഴിക്കാതെ വരുന്ന ട്രെയിനുകളൊക്കെ നോക്കി പോവുക. ഇപ്പോൾ എൻ്റെ മകൻ മടങ്ങി വരും എന്ന് കരുതി കാത്തിരിക്കുന്ന, വൃഥാ കാത്തിരിക്കുന്ന അമ്മമാർ,
ഗുരുവായൂർ തന്നെ അന്ന് ഞാൻ വായിച്ചത് 100-300 അമ്മമാർ ഇതുപോലെ ഉണ്ടെന്നാണ് പറയുന്നത്. റെയിൽവേ സ്റ്റേഷനുകളിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കൊണ്ടാക്കി പോകുന്ന അതിക്രൂരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നാം ഇന്ന് കാണുന്നത്. അപ്പോൾ ആ അമ്മയും കുഞ്ഞുമായിട്ടുള്ള ബന്ധം വഷളാകാവുന്നതിൻ്റെ ഏറ്റവും മോശമായ ഒരു തലത്തിൽ ചെന്നെത്തി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ചില കുടുംബങ്ങളിലെങ്കിലും.